മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം രാവിലെ മാങ്ങ ഇട്ട് മീൻ കറി വെക്കാൻ തോന്നിട്ടോ. അപ്പോൾ രാവിലെ മാങ്ങ പറിക്കാനായിട്ട് വന്നതാണ്. ഇന്ന് നമുക്ക് സ്കൂൾ അവധിയാട്ടോ, ബുദ്ധപൂർണിമയുടെ. അപ്പോൾ അതുകൊണ്ട് മാങ്ങയൊക്കെ പറിച്ചിട്ട് അത് കൊണ്ടുവന്നിട്ട് മീൻ കറി വെക്കാമെന്ന് വെച്ചു. കുറേ നാളായിട്ടോ. അപ്പോൾ അധികം പുളിയൊന്നും ഇല്ലാത്ത മാങ്ങയാണ്. അപ്പോൾ അത് കൊണ്ടുവന്ന് അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെത്തിയെടുത്തു. അപ്പോൾ ഇങ്ങനെ പീൽ ചെയ്തെടുത്തപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിട്ടോ. അതുകൊണ്ട് പിന്നെ കത്തി വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെറുതായിട്ട് മൊത്തത്തിൽ ചെത്തി കളയാതെ ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് അതും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാനിതുപോലെ ചീനച്ചട്ടിയിലാട്ടോ എടുത്തത്. ഇനി നാട്ടിൽ പോയിട്ട് വരുമ്പോൾ വേണം ചട്ടി കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും മീനും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് തേങ്ങ അരച്ചിട്ട് നമുക്കിത് കറിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ പൊട്ടിക്കുന്ന ഒച്ച കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഫാസ്റ്റ് ഓടി വന്നു കേട്ടോ. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് തേങ്ങയും വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ ഞാൻ ഒരു പിടി തേങ്ങ എടുത്തിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇത് ഒന്ന് തിള വരുമ്പോഴത്തേക്കും കടുക് താളിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് കറിവേപ്പില ഇടാതിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മീൻ വറക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ആവശ്യത്തിനുള്ള പൊടികളെല്ലാം കൂടെ ചേർത്ത് കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മീനൊക്കെ തിരുമ്മി മാറ്റി വെച്ചു കേട്ടോ. ഇത് നാളത്തേനാണ്, ഇന്നത്തേക്കല്ല കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒരു കണ്ടെയ്നറിനകത്തിട്ട് പാക്ക് ചെയ്തിട്ട് ഫ്രീസറിനകത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറുള്ള സമയം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്യാബേജ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. രാവിലെ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയ സാമ്പാർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മാങ്ങ ഇട്ട് വറ്റിച്ച മീൻ കറിയും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.